إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറത്ത് നംൽ 50-51 വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടായത്തിൽ കൂടി ആ സമൂദ് ഗോത്രത്തിന്റെ ഗൂഢാലോചനയെ കുറിച്ച് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൂഢാലോചന നാമാവശേഷമാക്കി തകർത്തു കളഞ്ഞു. കാരണം അല്ലാഹുവിന് ആ കൃത്യമായ സമയത്ത് ഇടപെടേണ്ടത് എപ്പോഴാണെന്ന് അല്ലാഹുവിനറിയാം. അങ്ങനെ അല്ലാഹു ഇടപെടുകയാണ്. നോക്കൂ നിങ്ങൾ, അവരുടെ സത്യനിഷേധവും കുഫ്റും ധിക്കാരവും വർദ്ധിച്ചു വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഒന്നടങ്കം പിടികൂടി നശിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അവർക്ക് ഒരിക്കലും അതിനെപ്പറ്റി യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല എന്നാണ് വിശദീകരിക്കുന്നത്. അവരൊരു തന്ത്രം പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ ഒട്ടകത്തിന് കൊന്നു. അത് കഴിഞ്ഞ് സ്വാലിഹ് നബിയെയും കൂട്ടാളികളെയും വധിച്ചു കളയാനുള്ള ഗൂഢാലോചന നടത്തി. അങ്ങനെ ഈ സത്യവിശ്വാസം പാടെ ഭൂമുഖത്തും തുടച്ചു നീക്കാനായിരുന്നു അവരുടെ പരിപാടികളെ കുറിച്ചാണ് പറയുന്നത്. അവർ തന്ത്രം പ്രയോഗിച്ചു. നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു. മക്കർ എന്നൊരു തന്ത്രം, നാമും ഒരു തന്ത്രം അത് തിരിച്ചു പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടി ഒന്നടങ്കം നശിപ്പിച്ചു. അവരറിയാത്ത രൂപത്തിൽ അവരെ പിടികൂടി അവരെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ നോക്കുവേൻ കൈഫക്കാന, എങ്ങനെയായിരുന്നു ആ തന്ത്രം പ്രയോഗിച്ചവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു നിങ്ങൾ നോക്കൂ. അന്നദമ്മർനാഹും, നാം അവരെ തകർത്തു കളഞ്ഞു. ആ ജനതയെ മുഴുവനും ഒന്നായി തന്നെ ഒരു ഘോര ശബ്ദം അവരെ പിടികൂടിക്കൊണ്ട് അവരുടെ വീടുകളിൽ അവരൊക്കെയും ചത്തൊടുങ്ങി വീണ് കിടക്കുന്നതായാണ് പിന്നീട് കണ്ടത്. ഈ രൂപത്തിൽ സത്യവിശ്വാസികളെയും സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെയും ആ നാട്ടിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മുമ്പ് തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു എന്നാണ് ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ അവരെ ഒന്നടങ്കം നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ആ ഘോര ശബ്ദം അവരെ പിടികൂടിക്കൊണ്ട്, ആ പ്രകമ്പനം പിടികൂടിക്കൊണ്ട് അവരൊന്നടങ്കം നശിപ്പിക്കപ്പെട്ടു. അതാണ് അല്ലാഹു പറയുന്നത്, അവരറിയാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് അവരെ എന്നാണ് അല്ലാഹു പറയുന്നത്. അവരെ ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്, തകർത്തു കളഞ്ഞു എന്നാണ് അല്ലാഹു പറയുന്നത്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ ആ ശിക്ഷയെ മക്കക്കാരെ നിങ്ങളും വിലയിരുത്തണം, മനസ്സിരുത്തണം, കരുതിയിരിക്കണം എന്നുള്ള ഒരു ജാഗ്രത, ഒരു നിർദ്ദേശമാണ് അതിൽ നൽകുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.